സഹീഹ് തർഗീബ് തർഹീബിൽ അടുത്ത കിതാബ് കിതാബുൻ നവാഫിൽ. കിതാബ് സ്വലാത്ത് കഴിഞ്ഞതിന് ശേഷം മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഹദീസുകൾ ഇനി കൊടുക്കുന്നത് കിതാബുൻ നവാഫിൽ എന്നതിൻ്റെ കീഴിലാണ്. അഥവാ നഫ്ലുകൾ എന്ന് പറഞ്ഞാൽ ഐച്ഛികമായിട്ടുള്ള നിർബന്ധമായതിനപ്പുറത്തേക്ക് നാം നിർവഹിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ള പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള നിസ്കാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാമത്തെ ഫസ്ൽ الترغيب في المحافظة على 12 ركعة من السنة في اليوم والليلة. രാവും പകലുമായിട്ട്, രാത്രിയിലും പകലിലുമായിട്ട് സുന്നത്തായ 12 റക്അത്തുകൾ അത് നിസ്കരിക്കാനും അത് കാത്തു സംരക്ഷിക്കാനും അത് സ്ഥിരതയോടുകൂടി സൂക്ഷിക്കാനുമുള്ള പ്രോത്സാഹനം നൽകുന്ന ഹദീസുകളാണ്. عن أم حبيبة رملة بنت أبي سفيان رضي الله عنهما قالت سمعت رسول الله صلى الله عليه وسلم يقول. أم حبيبة رضي الله عنها പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ما من عبد مسلم يصلي لله تعالى في كل يوم 12 ركعة. ഒരു മുസ്ലിമായ അടിമയുമില്ല, അവൻ അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസത്തിൽ 12 റക്അത്ത് നിസ്കരിക്കുകയാണ്. തതവ്വുഅൻ, ഐച്ഛികമായിട്ടുള്ളത്, ഗൈറ ഫരീള, നിർബന്ധമല്ലാത്ത 12 റക്അത്തുകൾ. ഇല്ലാ ബനല്ലാഹു തആല ലഹു ബൈതൻ ഫിൽ ജന്ന. അങ്ങനെ നിസ്കരിക്കുന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു ഭവനം പണിയുന്നതാണ്. ഔ ഇല്ലാ ബുനിയ ലഹു ബൈതൻ ഫിൽ ജന്ന. അതായത് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു ദിവസത്തിൽ പകലും രാത്രിയുമായിട്ട് 12 റക്അത്ത് സുന്നത്തായ നിസ്കാരം നിസ്കരിക്കുക. ഏതൊക്കെയാണത്? വേറൊരു റിവായത്തിൽ അത് ഏതൊക്കെയാണെന്ന് കൂടി വന്നിട്ടുണ്ട്. അർബഅൻ ഖബ്ല ദുഹർ, ദുഹറിന് മുമ്പ് 4 റക്അത്ത്, ഈ 2 റക്അത്ത് വീതം, അങ്ങനെ 4 റക്അത്ത്. വറക്അത്തൈനി ബഅദഹ, ദുഹറിന് ശേഷം 2 റക്അത്ത്, 6 റക്അത്തായി. വറക്അത്തൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, 8 റക്അത്തായി. വറക്അത്തൈനി ബഅദൽ ഇശാ, ഇശായിന് ശേഷം 2 റക്അത്ത്, അപ്പോൾ 10 റക്അത്തായി മുഴുവൻ. വറക്അത്തൈനി ഖബ്ല സ്വലാത്തിൽ ഗദാത്ത്, ഫജ്ർ, സ്വലാത്തുൽ ഗദാ ഉദ്ദേശിച്ചത് ഫജ്ർ സുബ്ഹ്, ഫജ്ർ നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത്. അപ്പോൾ ഇങ്ങനെ 12 റക്അത്തുകൾ ഒരാൾ കാത്തു സംരക്ഷിക്കുക, നിസ്കരിക്കുക, അതിൽ സ്ഥിരതയോടുകൂടി അതിനെ സൂക്ഷിച്ച് കൊണ്ടുപോവുക, മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അവന് സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ്. وعن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم من ثابر على 12 ركعة في اليوم والليلة دخل الجنة. ആരാണോ രാത്രിയിലും പകലിലുമായിട്ട് 12 റക്അത്ത് സംരക്ഷിക്കുന്നത്, സ്ഥിരമായി അത് നിർവഹിക്കുന്നത്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അർബഅൻ ഖബ്ല ദുഹർ വറക്അത്തൈനി ബഅദഹ, ദുഹറിന് മുമ്പ് 4-ഉം ശേഷം 2 റക്അത്തും. വറക്അത്തൈനി ബഅദൽ മഗ്രിബ് വറക്അത്തൈനി ബഅദൽ ഇശാ, മഗ്രിബിനും ഇശായിനും ശേഷം ഈ 2 റക്അത്തുകൾ. വറക്അത്തൈനി ഖബ്ല ഫജ്ർ, ഫജ്റിന് മുമ്പുള്ള 2 റക്അത്തുകൾ. അടുത്ത ഫസ്ൽ അൽ തർഗീബ് ഫിൽ മുഹാഫളതി അലാ റക്അത്തൈനി ഖബ്ല സുബ്ഹ്, ഫജ്ർ നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം അത് കാത്തു സംരക്ഷിക്കുക എന്നുള്ളത്. عن عائشة رضي الله عنها عن النبي صلى الله عليه وسلم قال ركعتا الفجر خير من الدنيا وما فيها. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, ഫജ്റിന്റെ 2 റക്അത്തുകൾ അഥവാ ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തായ നിസ്കാരങ്ങൾ ഖൈറും മിന ദുനിയ വമാ ഫീഹ, ദുനിയാവിനേക്കാളും അതിനകത്തുള്ളതിനേക്കാളെല്ലാം ഖൈറായതാണ് ആ 2 റക്അത്തുകൾ. ലഹുമ, റിവായത്തിൽ ലഹുമ അഹബ്ബു ഇലയ്യ മിന ദുനിയ ജമീഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് ഈ ദുനിയാവിനേക്കാളെല്ലാം പ്രിയപ്പെട്ടത് ഈ 2 റക്അത്ത് നിസ്കാരങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം. ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിന് പ്രത്യേകം, 12 റക്അത്തിന് ഫദ്ലുണ്ട്, അതിൽ പ്രത്യേകം ഫദ്ൽ വന്നിട്ടുള്ളതാണ് ഈ 2 റക്അത്തുകൾ. വഅൻഹാ ഖാലത്ത്, മറ്റൊരു റിവായത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലം യകുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ശൈഇൻ മിനൻ നവാഫിലി അശദ്ദ തആഹുദൻ മിൻഹു അലാ റക്അത്തൈൽ ഫജ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 2 റക്അത്തുകൾ
അതിനെ ശ്രദ്ധിച്ചിരുന്നത് പോലെ, അതിനെ പരിഗണിച്ചിരുന്നത് പോലെ വേറെ ഒരു നഫിലായതിനെയും പ്രത്യേകം അത്ര അധികം ശ്രദ്ധിക്കുമായിരുന്നില്ല. കാരണം പ്രത്യേകം ആ 2 റക്അത്ത് നിസ്കാരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിക്കുമായിരുന്നു. മറ്റൊരു റിവായത്തിൽ മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ശൈഇൻ മിനൽ ഖൈരി അസ്റഅ മിൻഹു ഇലാ റക്അതൈനി ഖബ്ല അൽ ഫജ്ർ വലാ ഇലാ ഗനീമത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖൈറിലേക്ക് ധൃതി കാണിക്കുന്നത് ഈ 2 റക്അത്തിലേക്ക് കാണിക്കുന്നതിനേക്കാൾ മറ്റൊന്നിലേക്കും ഒരു ഖൈറായിട്ടുള്ള കാര്യത്തിലേക്ക് ധൃതി കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിന് ഗനീമത്താണെങ്കിലും യുദ്ധസ്വത്തായിട്ട് കിട്ടുന്നതാണെങ്കിലും അതിനേക്കാളൊക്കെ എല്ലാത്തിനേക്കാളും ഒരു ഖൈറിലേക്ക് ധൃതി കാണിക്കുന്നതിൽ ഈ 2 റക്അത്ത് നിസ്കാരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പരിഗണിക്കാറുണ്ടായിരുന്നു. وعن ابن عمر رضي الله عنهما قال رسول الله صلى الله عليه وسلم قل هو الله أحد تعدل ثلث القرآن قل هو الله أحد എന്നുള്ള അഥവാ സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിലെ 3-1 ആകുന്നതാണ്. 3-1 സ്ഥാനത്താണ്. قل يا أيها الكافرون സൂറത്തുൽ കാഫിറൂൻ تعدل ربع القرآن ഖുർആനിന്റെ 4-1 സ്ഥാനത്താണ് സൂറത്തുൽ കാഫിറൂൻ ഉള്ളത്. وكان يقرأهما في ركعتي الفجر ഈ 2 സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കാരത്തിൽ ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഈ 2 സൂറത്തുകൾ വളരെയധികം ശ്രേഷ്ഠതയുള്ള തൗഹീദിന്റെ 2 ഭാഗങ്ങളെ അറിയിക്കുന്ന സൂറത്താണ്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തിന്റെ ലാ ഇലാഹ എന്നുള്ളത് നഫിയാണ്, ഇല്ലല്ലാഹ് എന്നുള്ളത് ഇസ്ബാത്താണ്. ലാ ഇലാഹ എന്നുള്ളത് അർക്കാനുകളാണ്. ആ ലാ ഇലാഹ എന്നുള്ളത് നഫീന്റെ സ്ഥാനത്ത് അതിനെ തഫ്സീർ ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ എന്നുള്ളത്. അതുപോലെ ഇല്ലല്ലാഹ് എന്നുള്ള ഇസ്ബാത്തിന്റെ ഭാഗത്തെ തഫ്സീർ ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല പ്രത്യേക സന്ദർഭങ്ങളിലും ഒരു രാത്രിയുടെ ഏറ്റവും അവസാനത്തെ നിസ്കാരമായിട്ടുള്ള വിത്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 സൂറത്തുകൾ ഓതാറുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ പ്രഭാതത്തിൽ അല്ലെങ്കിൽ രാവിലെയിൽ ആദ്യത്തെ നിസ്കാരമായിട്ടുള്ള ഫജ്റിന് മുമ്പുള്ള ഈ 2 റക്അത്ത് സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തൗഹീദിന്റെ ഒരു പൂർത്തീകരണമായിട്ടുള്ള ഹജ്ജിൽ തവാഫ് കഴിഞ്ഞിട്ടുള്ള മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ ഈ 2 റക്അത്ത് ഹജ്ജിലും ഉംറയിലും 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഈ സൂറത്തുകൾ പാരായണം ചെയ്യാറുണ്ട്. അപ്പോൾ തൗഹീദുമായിട്ടുള്ള ബന്ധം അറിയിക്കുന്ന, അതുപോലെ തന്നെ തൗഹീദിന്റെ ആശയങ്ങളെ, അർത്ഥങ്ങളെ, ഇൽമിയായതും അമലിയായ വശങ്ങളെയും അതുപോലെ എല്ലാം അറിയിക്കുന്ന 2 സൂറത്തുകളാണ് ഈ 2 സൂറത്തുകൾ എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റിന് മുമ്പുള്ള സുന്നത്തിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഐച്ഛികമായ നിസ്കാരങ്ങളിൽ 12 റക്അത്ത് നിസ്കാരം അതിന് ഫദ്ലുണ്ട്. ഫജ്റിന്റെ 2 റക്അത്തിന് പ്രത്യേകം ഫദ്ൽ വന്നിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.